രവി സാറിനെ ഞാൻ കണ്ടു. വളരെ സന്തോഷമായിട്ടാണ് എന്നെ സ്വീകരിച്ചത്. തെറ്റിയ പറ്റിന് ഞാൻ മാപ്പ് ചോദിച്ചു. അദ്ദേഹം എനിക്ക് മാപ്പ് തന്നു. വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എനിക്ക് അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. എൻ്റെ സത്യം പറഞ്ഞ എൻ്റെ നെഞ്ചിലെ ഒരു കല്ല് ഇറങ്ങി എന്ന് തന്നെ ഇപ്പം പറയാം. പക്ഷേ അന്വേഷണ കമ്മീഷനോട് സംസാരിക്കുമെന്നല്ലേ പാലോടി രവി പറഞ്ഞത്? ഞാനോ അന്വേഷണ കമ്മീഷനോട് സംസാരിക്കാൻ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് എനിക്ക് കത്ത് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ജലീലിൽ നിന്നുള്ള പരാതി രേഖാമൂലം എഴുതി ഓഫീസിൽ ഏൽപ്പിക്കാൻ പറഞ്ഞു. മാപ്പ് തന്നു പറഞ്ഞോ പുള്ളി? കുഴപ്പമില്ല, സന്തോഷപൂർവ്വം മാപ്പ് തന്നു. എന്നെ ആലിംഗനം ചെയ്തു വിട്ടു. എനിക്കതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ താങ്കളുടെ ഭാഗത്തു നിന്നാണല്ലോ ഇത് ചോർന്നിട്ടുള്ളത്. അതെ. അപ്പൊ അതിലിപ്പോ താങ്കൾക്ക് ഖേദം തോന്നുന്നുണ്ടോ? വേണ്ടിയിരുന്നില്ല? അല്ല, അങ്ങനെ ഞാൻ മനഃപൂർവ്വം അദ്ദേഹത്തിനെ കുരുക്കാൻ വേണ്ടി ചെയ്തതല്ല. എൻ്റെ ഒരു സുഹൃത്ത് അത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു, പാലോടി രവിയെ വിളിച്ചു. എന്നാ കാക്ക ആ വോയിസ് എനിക്കൊന്ന് ഇട്ടിരുന്നു വെച്ച് അങ്ങനെ ഇട്ടു. അതിൽ പെട്ടെന്ന് എനിക്കൊരു പന്തികേട് തോന്നി. ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷെ അവൻ അവിടെ നിന്ന് അവൻ്റെ സുഹൃത്തായ ഒരു അനി പാലാങ്കോണം അയച്ചു കൊടുത്തു. അവിടെ നിന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ തേമ്പാമൂട് മണ്ഡലം പ്രസിഡന്റ് ജവഹർ അയച്ചു കാണും. അവിടെ നിന്ന് പുരുഷോത്തമൻ നായർ പലർക്കും, പല മണ്ഡലം ഭാരവാഹികൾക്കും ബ്ലോക്ക് ഭാരവാഹികൾക്കും ജവഹറിന്റെ ഭാഗത്തുനിന്ന് പോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അത് മൊബൈൽ പോയത് പലരും എൻ്റെ അടുത്ത് പറഞ്ഞ ജവഹർ അയച്ചു എന്നാണ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ തേമ്പാമൂട് പ്രസിഡന്റ്. ഈ പൊതുപ്രവർത്തകർ തമ്മിൽ പാലിക്കേണ്ട ഒരു മിനിമം മര്യാദകളുണ്ട്. ഒരാളുടെ ഫോൺ റെക്കോർഡ് ചെയ്യുക, അത് അയാളുടെ അനുവാദമില്ലാതെ പുറത്തുവിടുക, താങ്കൾ ചെയ്ത ഗുരുതരമായ തെറ്റ്. തീർച്ചയായിട്ടും ഗുരുതരമായ തെറ്റാണ്. അദ്ദേഹം വേറെ ഒരു മോശപ്പെട്ട വർത്തമാനവും അതിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ കേട്ടാൽ അത് മനസ്സിലാവും. സംഘടന നന്നാവണം, ഒത്തൊരുമിച്ച് നിൽക്കണം. പഞ്ചായത്ത് ഭരണം നമുക്ക് കോൺഗ്രസ് പിടിക്കണം. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഭരണം നമുക്ക് പിടിക്കണം. പലർക്കും 1, 2, 3 സ്ഥാനങ്ങൾ ഉള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് ബേജാറായിട്ട് കാര്യമില്ല. സംഘടന നേതാക്കൾ ഒറ്റക്കെട്ടായി നിന്നാലേ നമുക്ക് ഭരണം കിട്ടുള്ളൂ. തീർച്ചയായിട്ടും അദ്ദേഹം സന്തോഷത്തോടുകൂടി വന്നു. എന്നാലും അദ്ദേഹത്തിന് അത് മാറും എന്നെനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു സങ്കടം കാണൂലേ. ഒരു ജില്ലയുടെ സ്ഥാനം, തലസ്ഥാന നഗരിയുടെ ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹത്തിന് ആ സ്ഥാനം പോയത് ഒരിക്കലും അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ പാർട്ടി അദ്ദേഹത്തിനെ മാറ്റുന്നത് അതിൽ പിന്നീടുള്ള കേസ്. പക്ഷെ ഇങ്ങനെ ഈ ഒരു വോയിസിന്റെ പേരിൽ അദ്ദേഹത്തിനെ മാറ്റിയതിൽ എനിക്കും ദുഃഖമുണ്ട്, സങ്കടമുണ്ട്.